അയ്യേ, ഒരുത്തം കയറി പിടിച്ച് നശിപ്പിച്ചു എന്നൊക്കെ കെട്ടിയനോട് ഇവറ്റകളൊക്കെ എങ്ങനെ പറയുക? നമ്മുടെ കാലത്തെങ്ങാനും ആയിരുന്നെങ്കിൽ ഒറ്റ വെട്ടിന് നമ്മളെയും തീർക്കും അവനെയും തീർക്കും. കാലം പോയ പോക്കേ. നീ ഒന്ന് ചുമ്മാതിരിയടി. ഇതൊക്കെ ഇന്നത്തെ അവൾമാർ സുഖിച്ചിട്ട് ഓരോന്ന് പറഞ്ഞു നടക്കുന്നതല്ലേ. ഒന്നുകിൽ കെട്ടിയോൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ, ഇല്ലെങ്കിൽ അവനും കൂടി ചേർന്നുള്ള ഇടപാടായിരിക്കും. നല്ല കാശുകാരുടെ കയ്യിലെ പൈസ തട്ടാനേ. ഛേ, ഉളുപ്പില്ലാത്ത ഓരോരുത്തിമാർ കാരണം പെണ്ണുങ്ങളുടെ വിലയും നിലയും പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. തിരക്കില്ലാത്ത KSRTC ബസ്സിലെ മധ്യവയസ്സ് കഴിഞ്ഞ ആ 2 സ്ത്രീകളുടെ സംസാരം എല്ലാവർക്കും കേൾക്കാവുന്ന വിധത്തിലായിരുന്നു. ഇളപ്പേളിൽ ഇടയ്ക്കിടയ്ക്ക് വീശുന്ന കാറ്റിന്റെ സുഖത്തിൽ അവൾ അഷ്കറിന്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. അവരുടെ ഉറക്കെയുള്ള സംസാരം കേട്ടപ്പോൾ അവൾ അറിയാതെ ചിരിച്ചുപോയി. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്ന പോലെയും അതിൻ്റെ ശരികൾ നമ്മൾ തീരുമാനിക്കുന്നത് പോലെയുമാണെന്നും നാം ഓരോരുത്തരും സ്വയം വിധിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ ശിക്ഷിക്കുന്നു, മറ്റു ചിലരെ വെറുതെ വിടുന്നു. ഒരു ദിവസം സേതലി കാക്കാടെ കടയിൽ നിന്ന് ഓരോ സർബത്ത് വാങ്ങി കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇക്ക പറഞ്ഞത്, എൻ്റെ തൊണ്ടയിൽ ഒരു വീർപ്പ് തോന്നുന്നു എന്ന്. ഇടയ്ക്ക് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടായതും കിടക്കുമ്പോഴുള്ള ശ്വാസമുട്ടലും എല്ലാം കൂടി ചേർത്ത് വായിച്ചപ്പോഴാണ് ഡോക്ടറെ കണ്ടതും പരിശോധനകൾ നടത്തിയതും. ഇപ്പോൾ കുഴപ്പമില്ല, വളർന്നാൽ പണിയാകും മെഹ്റൂബ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഇക്ക സർജറിക്ക് അപ്പോൾ തന്നെ സമ്മതം മൂളി. ഇഞ്ചക്ഷൻ എടുക്കാൻ നേഴ്സ് സിറിഞ്ച് എടുക്കുമ്പോൾ ഉപ്പാനെ കെട്ടിപ്പിടിക്കുന്ന ഞാൻ എങ്ങനെ 2 എണ്ണത്തിന് പ്രസവിച്ചു എന്നതുപോലും എനിക്ക് തന്നെ അതിശയമാണ്. ഞാൻ എങ്ങനെ സർജറിക്ക് സമ്മതിക്കും? കൂട്ടത്തിലൊരിത്താത്ത സർജറിക്കിടയിൽ മരിച്ചുപോയതും അടുത്തുള്ളൊരു ചേട്ടൻ അനസ്തീഷ്യ കൊടുത്തപ്പോൾ തന്നെ മരിച്ചതുമൊക്കെ ഓർമ്മയിൽ വന്നു. ഓരോ ദിവസവും ഓരോ യുഗം പോലെ കടന്നുപോയി. മക്കളെയും ഇക്കാനെയും ഓർക്കുമ്പോൾ തന്നെ കരൾ പിടയും. കൊച്ചുമക്കളാണ്, എനിക്ക് എന്തേലും സംഭവിച്ചാൽ അവരെ ആര് എന്നെപ്പോലെ നോക്കും എന്നൊക്കെ ഓർക്കും. എന്നാൽ ആ ചിന്തകളെയൊക്കെ കാറ്റിൽ പറത്തി ഇക്ക പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ടിരുന്നു. ഞാനില്ലേടി, ഒന്നും വരില്ല എന്ന് പലതവണ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും ഒരു ധൈര്യമായി. ഓപ്പറേഷനിടയിൽ പേടിച്ച് അറ്റാക്ക് വന്ന് മരിച്ചു പോകുമോ എന്ന് വരെ ഓർത്തെങ്കിലും പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. വെള്ള ഉടുപ്പുകളിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയതും മനോഹരമായ ചിരിയോടെ ഡോക്ടർ സംസാരിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ ഒരു മൂടൽമഞ്ഞ് പോലെ എല്ലാം അവ്യക്തമാണ്. ഞാനും മക്കളും കൂടി കുറേയേറെ മാമ്പഴങ്ങൾ പെറുക്കി അടുക്കി വയ്ക്കുന്നു. പരസ്പരം സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. ശാന്തമായ മയക്കം. ഇടയ്ക്ക് എപ്പോഴോ കയ്യിൽ തട്ടി ഇക്ക വിളിച്ചു, മെഹർ ഡാ, സർജറി കഴിഞ്ഞു കേട്ടോ. പതിയെ നെറ്റിയിൽ ആ കൈവിരലുകൾ തഴുകുന്നു. ആ കുളിർമയിൽ സർജറി കഴിഞ്ഞെന്ന വലിയ സമാധാനത്തിൽ ഞാൻ വീണ്ടും മയക്കത്തിലേക്ക് വീണു. ഇടയ്ക്കെപ്പോഴോ ദേഹത്ത് എന്തോ ഒരു ഭാരമെന്ന് തോന്നി. അരുതാത്ത സ്പർശനങ്ങൾ ദേഹം മൊത്തം. ആരുടെയോ കൈവിരലുകൾ വേദനിപ്പിക്കുന്നു. ശ്വാസം മുട്ടുന്നു. കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. പാതി തുറന്ന കണ്ണിലൂടെ കണ്ടു ഇടയ്ക്ക് കണ്ടിട്ടുള്ള ഒരു അറ്റൻഡർ മുഖം ഉയർത്തി തന്നെ നോക്കുന്നുണ്ട്. അയാൾ തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. യാ അല്ലാ! ഹൃദയം പൊട്ടി അലറി ആര് കേൾക്കാൻ. ചുണ്ടുകൾ അനങ്ങുന്നില്ല. മരുന്നിൻ്റെ മയക്കവും പേടിയും കൂടിയായപ്പോൾ തൊണ്ട വരളുന്നു, നാവ് പൊങ്ങുന്നില്ല. എൻ്റെ വെപ്രാളവും ഹൃദയമിടിപ്പും കൂടിയതുമൊക്കെ കണ്ടിട്ടാവണം അയാളെല്ലാം അവസാനിപ്പിച്ചെഴുന്നേറ്റു. മനസ്സ് മൊത്തത്തിൽ വ്രണപ്പെട്ടു. ആ മുറിവിൽ നിന്നെല്ലാം ചോര കിനിഞ്ഞു. എൻ്റെ സമ്മതത്തോടെ മാത്രം എന്നെ സ്വന്തമാക്കുന്ന ഭർത്താവ്, എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് സ്വന്തം തൃപ്തിയേക്കാൾ എന്നെ തൃപ്തിപ്പെടുത്താൻ എപ്പോഴും മത്സരിക്കുന്ന ഒരാൾ. ഒരു ചെറു നോവ് പോലും ഞാൻ അറിയരുതെന്ന് കരുതി ഏറ്റവും ശ്രദ്ധിക്കുന്നയാൾ. ആ ശരീരമാണ് ഒരു പിശാചിനാൽ മൊത്തം നശിച്ചത്. എന്ത് ചെയ്യണമെന്ന് ആദ്യം ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വൃത്തികെട്ടവൻ്റെ മുഖം ഓർത്തപ്പോൾ എല്ലാവരും അറിയണമെന്നുറപ്പിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ റൂമിൽ ഡോക്ടർ പരിശോധനയ്ക്ക് വന്ന സമയം ഇക്കായെയും മൂത്ത സഹോദരനെയും വിളിച്ചു. 3 പേരോടുമായി ആ സംഭവം ധൈര്യത്തോടെ പറഞ്ഞു. എന്തും നേരിടാമെന്നുറപ്പിച്ച് തന്നെയാണ് എല്ലാം പറഞ്ഞതെങ്കിലും പുരുഷന്മാരായ ആ 3 പേരും എന്നെ മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഒന്നും മിണ്ടാതെ ഇക്കായും മൂത്ത ആങ്ങളെയും റൂമിൽ നിന്നിറങ്ങി. പോയപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയെങ്കിലും ഇക്കായെ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല. ഒരു പുരുഷനും സഹിക്കാവുന്ന ദുരന്തമല്ല എനിക്കുണ്ടായത്. വരുന്ന പോലെ വരട്ടെ എന്നോർത്ത് കണ്ണടച്ചു കിടന്നു. എല്ലാം അറിഞ്ഞ അമ്മയും അമ്മായിയും ഞാൻ കേൾക്കെ തന്നെ എന്നെ കുറ്റപ്പെടുത്തി. ഒന്നും ആരോടും പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പരിതപിച്ചു. കുറച്ച് സമയത്തിന് ശേഷം വന്ന നേഴ്സുമാർ സംസാരിക്കുന്നത് കേട്ടു. ICUവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അറ്റൻഡറെ ഏതോ കുറച്ചു പേര് ചേർന്ന് ഒരുപാട് മർദ്ദിച്ച്
നാഭിക്കിട്ടൊക്കെ നല്ല ചവിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അന്നേരം എൻ്റെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞത് കണ്ണീരായിരുന്നില്ല, തീക്കനലുകളായിരുന്നു. ഇടയ്ക്കെപ്പോഴോ മുടിയിഴകളിൽ നനുത്ത കൈവിരലുകൾ തഴുകുന്നതറിഞ്ഞപ്പോൾ പെട്ടെന്ന് കൺ തുറന്നു. എൻ്റെ ഇക്കായും മൂത്ത ആങ്ങളെയും ഇരുകൈകളും കൈകളിൽ എടുത്തു വെച്ച് എന്നെ നോക്കിയിരിക്കുന്നു. രണ്ടാളുടെയും കണ്ണുകൾ കടൽ പോലെ. ഞാൻ ഉണർന്നെന്നറിഞ്ഞപ്പോൾ ആങ്ങള നെറ്റിയിൽ ഒരു ഉമ്മ തന്നിട്ട് റൂമിന് പുറത്തു പോയി. ഇക്കയെ നോക്കിയതും ഞാൻ കരഞ്ഞുപോയി. തൊണ്ട അനക്കാനോ ഉറക്കെ ശബ്ദിക്കാനോ പറ്റാഞ്ഞിട്ടും ഞാൻ കരഞ്ഞു. ആ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞ് ഒന്നും മിണ്ടാതെ എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ ശരീരം വൃത്തിയാക്കി തന്നപ്പോഴൊക്കെ ആ ചങ്ക് പൊട്ടുന്നത് ഞാൻ കണ്ടിട്ടും പിടിച്ചു നിന്നു. ഡോക്ടർ പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് കേസും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. എൻ്റെ മാനമോ എൻ്റെ കുടുംബത്തിനുണ്ടാവുന്ന അപമാനമോ ഓർത്ത് ഞാനത് മറച്ചു വെച്ചാൽ ആ മൃഗം അവിടെ ഇനിയും അഴിഞ്ഞാടും. ആ പേ പിടിച്ച പല്ലുകൾ ഒരുപാട് അമ്മമാരുടെ പെൺകുഞ്ഞുങ്ങളുടെ മേനിയിൽ ക്ഷതങ്ങൾ തീർക്കും. പാടില്ല. അവന് ലോകം അറിയണോ എന്ന് പറഞ്ഞ് എല്ലാത്തിനും മുൻപിൽ നിന്നത് ഇക്കായാണ്. മെഹ്റു, നീ ഉറങ്ങുമല്ലായിരുന്നോ? ഇക്കയുടെ ചോദ്യം ചിന്തകളിൽ നിന്ന് എന്നെ ഉണർത്തി. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. ഇക്ക, ആ 2 സ്ത്രീകൾ പറയുന്നത് കേട്ടോ? ലോകം പലതും പലരെയും പറ്റി പറയും. കാലം മാറിയതും ഭർത്താവെന്നാൽ ഭരിക്കുന്നവൻ മാത്രമാണെന്ന ചിന്ത മാറിയതൊന്നും അവർക്ക് അറിവുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണിനെ അവളുടെ പുരുഷനേക്കാൾ വേറെ ആർക്കാണ് മനസ്സിലാകുക? അത് പറഞ്ഞ് അഷ്കർ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. സ്റ്റോപ്പെത്തി. ആണെന്നുറപ്പിച്ച് പറയാവുന്ന അവനൊപ്പം അവൾ നടന്നു. അരുതുകളുടെ മറയിൽ ഒളിച്ചുവെച്ച കരച്ചിലുകളില്ലാതെ പരസ്പരം മനസ്സിലാക്കി ആ യാത്ര ഇനിയും മുന്നോട്ട് പോകട്ടെ. ഒരു ഭാര്യയുടെ ഏറ്റവും നല്ല സുഹൃത്തും വഴികാട്ടിയും അവളുടെ ഭർത്താവ് തന്നെയാകട്ടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.